സോഷ്യൽ മീഡിയയിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? 30കളിലും 40കളിലുമൊക്കെ എത്തിയ മില്ലേനിയൽസ് അവരെക്കാൾ എത്രയോ ഇളയവരായ 20കളിലുള്ള ജെൻസിക്കാരേക്കാൾ ചെറുപ്പമായിട്ട് തോന്നുന്നു. ഭയങ്കര രസമുള്ളൊരു കാര്യമാണിത്. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ശരി, നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. എന്തുകൊണ്ടാണ് ജെൻസി, അതായത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, മില്ലേനിയൽസിനേക്കാളും വേഗത്തിൽ പ്രായമാകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്? ഒന്ന് ഓർത്തു നോക്കിയേ. പണ്ടൊക്കെ 30 വയസ്സായി എന്ന് പറഞ്ഞാൽ പ്രായമായി തുടങ്ങി എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പോഴോ ആ ഒരു ധാരണയൊക്കെ മൊത്തത്തിൽ മാറിയില്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, നമ്മൾ ഇതിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുൻപ് ഈ പറയുന്ന 2 തലമുറകൾ ആരാണെന്ന് ഒന്ന് ഉറപ്പിക്കാം അല്ലേ? മില്ലേനിയൽസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1981 തൊട്ട് 1996 വരെ ജനിച്ച ആൾക്കാരാണ്. ഇനി ജെൻസിയോ, അത് 1997 മുതൽ 2012 വരെ ജനിച്ചവരും. ഈ ഒരു വ്യത്യാസം മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്, കാരണം നമ്മുടെ മുഴുവൻ ചർച്ചയും ഇതിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം വെറും ജീൻസിൽ ഒതുങ്ങുന്ന ഒന്നാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റ്. അങ്ങനെയല്ല. സംഭവം കുറച്ചുകൂടി സങ്കീർണമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ്, നമ്മുടെ ചുറ്റുപാടുകൾ, ഇതൊക്കെ ഇതിലൊരു വലിയ പങ്കുവഹിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യം മില്ലേനിയൽസിന്റെ കാര്യം തന്നെ എടുക്കാം. അവരുടെ ഒരു ഹെൽത്ത് കോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആരോഗ്യത്തിന് അത്ര പ്രാധാന്യം കൊടുത്ത ഒരു ലൈഫ് സ്റ്റൈൽ, അതെങ്ങനെയാണ് അവരെ ഇപ്പോഴും ചെറുപ്പമായി നിലനിർത്തുന്നതെന്ന് നോക്കാം. മില്ലേനിയൽസിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവർ ശരിക്കും ഈ വെൽനെസ് എന്ന ആശയത്തെ ഏറ്റെടുത്തു. റെഗുലറായിട്ട് ജിമ്മിൽ പോവുക, യോഗ ചെയ്യുക, പിന്നെ ഓർഗാനിക് ഫുഡിന് പ്രാധാന്യം കൊടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഇതൊക്കെ അവരുടെ ഒരു ശീലമായി മാറി. അതുപോലെ തന്നെ പുകവലിയും മദ്യപാനവും ഒക്കെ പഴയ തലമുറയെ അപേക്ഷിച്ച് അവർ നന്നായി കുറച്ചു. ഏറ്റവും പ്രധാനം, ഉറക്കത്തിന് നല്ല വില കൽപ്പിച്ചു. ഇതെല്ലാം കൂടിച്ചേർന്നപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഗുണം അവരുടെ ശരീരത്തിലും ചർമ്മത്തിലും കാണാൻ തുടങ്ങി. അതായത് ഫിറ്റ്നസും ഡയറ്റുമൊക്കെ വെറുമൊരു ഹോബി എന്നതിലുപരി അതൊരു ജീവിത രീതിയുടെ ഭാഗമാക്കി മാറ്റിയ ഒരു തലമുറയാണ് മില്ലേനിയൽസ്. ഇതൊരു ചെറിയ കാര്യമല്ല. ആരോഗ്യ സംരക്ഷണത്തെ ഇത്രയധികം സീരിയസ് ആയിട്ട് കണ്ട ഒരു ജനറേഷൻ ഒരുപക്ഷെ അവർക്ക് മുൻപുണ്ടായിട്ടില്ല. ഓക്കെ, അപ്പം മില്ലേനിയൽസിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് നേരെ ജെൻസിയിലേക്ക് വരാം. എന്തുകൊണ്ടാണ് അവർ ഇത്രയധികം പ്രഷർ അനുഭവിക്കുന്നത്? അവരുടെ കാലത്തെ സമ്മർദ്ദങ്ങൾ അവരുടെ ശരീരത്തിൽ എന്ത് വിലയാണ് ഈടാക്കുന്നതെന്ന് നോക്കാം. ജെൻസിയുടെ കാര്യം എടുക്കുമ്പോൾ അവർ നേരിടുന്ന സ്ട്രെസ് ഒട്ടും ചെറുതല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. എപ്പോഴും ഓൺലൈനിലായിരിക്കുന്നതിൻ്റെ ഒരു പ്രഷർ, അതായത് ഡിജിറ്റൽ ഓവർലോഡ്, അതിൻ്റെ കൂടെ സാമ്പത്തികമായിട്ടുള്ളൊരു ഉറപ്പില്ലായ്മ, കരിയറിലെ കടുത്ത മത്സരം, പിന്നെ നമ്മൾ കണ്ട കോവിഡ് പോലുള്ള ആഗോള പ്രതിസന്ധികൾ, ഇതൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ അവരുടെ മാനസികാരോഗ്യം ശരിക്കും ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. അപ്പോൾ ഈ സ്ട്രെസ് എങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നത്? അവിടെയാണ് സയൻസ് വരുന്നത്. നമ്മൾ ഒരുപാട് സ്ട്രെസ് അടിക്കുമ്പോൾ നമ്മുടെ ശരീരം കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പുറത്തുവിടും. ഇതിനെ സ്ട്രെസ് ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്. ഈ കോർട്ടിസോൾ സ്ഥിരമായി നമ്മുടെ ശരീരത്തിൽ കൂടി നിന്നാൽ അത് നമ്മുടെ സ്കിന്നിനെ ഉറപ്പിച്ചു നിർത്തുന്ന കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീനെ നശിപ്പിക്കാൻ തുടങ്ങും. ഫലമോ പ്രായം വേഗത്തിൽ തോന്നിക്കും. അപ്പോൾ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയോ? ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. അതായത് ആദ്യം ഭയങ്കരമായ സ്ട്രെസ് വരുന്നു, അത് കാരണം കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നു. ഈ കൂടിയ കോർട്ടിസോൾ എന്ത് ചെയ്യും? അത് നേരെ പോയി കൊളാജനെ തകർക്കും. കൊളാജൻ പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ചർമ്മത്തിൽ പ്രായ കൂടുതൽ വളരെ വ്യക്തമായി കാണാൻ തുടങ്ങും. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ടെൻഷൻ മുഖത്ത് ചുളിവുകളായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. സ്ട്രെസ് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ വില്ലൻ, സ്ക്രീൻ ടൈം. അതും ഒരു പ്രധാന കാരണമാണ്. മൊബൈൽ, ലാപ്ടോപ്പ് സ്ക്രീനുകളിൽ നിന്നുള്ള ആ ബ്ലൂ ലൈറ്റ് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. അതുമാത്രമല്ല, രാത്രി ഒരുപാട് വൈകി ഉറങ്ങുന്നത് കാരണം നമ്മുടെ ശരീരം സ്വയം റിപ്പയർ ചെയ്യുന്ന ആ ഒരു വിലപ്പെട്ട സമയം നഷ്ടപ്പെടുകയാണ്. പുതിയ കോശങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സ് തടസ്സപ്പെടും. ഇനി നമുക്ക് സ്കിൻ കെയറിന്റെ കാര്യത്തിലേക്ക് വരാം. ഇവിടെയാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസമുള്ളത്. കൂടുതൽ അറിവുള്ളത് എപ്പോഴും നല്ലതാണെന്നല്ലേ നമ്മൾ പറയാറ്. പക്ഷേ ജെൻസിയുടെ കാര്യത്തിൽ ഈ അറിവ് തന്നെ അവർക്കൊരു പ്രശ്നമായി മാറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു നമ്പർ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വെറും 12 വയസ്സുള്ളപ്പോഴാണ് ജെൻസിയിലെ കുട്ടികൾ ശരാശരി അഡ്വാൻസ്ഡ് സ്കിൻ കെയർ പ്രൊഡക്ട്സിനെക്കുറിച്ചും ഇന്റർനാഷണൽ ബ്രാൻഡുകളെക്കുറിച്ചുമൊക്കെ അറിയാൻ തുടങ്ങുന്നത്. 12ാം വയസ്സിൽ, അത്ര ചെറുപ്പത്തിലെ ഈ ലോകത്തേക്ക് അവരെത്തുകയാണ്. ഈ ടേബിൾ നോക്കുമ്പോൾ തന്നെ ആ വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും. മില്ലേനിയൽസ് എപ്പോഴാണ് സ്കിൻ കെയർ തുടങ്ങിയത്? അവരുടെ ലേറ്റ് 20കളിലോ 30കളിലോ ഒക്കെയാണ്. വളരെ പതുക്കെ, കുറച്ചു മതി, നല്ലതു മതി എന്നൊരു രീതിയിലായിരുന്നു അവരുടെ സമീപനം. പക്ഷേ ജെൻസിയോ ടീനേജിൽ തന്നെ തുടങ്ങി. അതും റെറ്റിനോൾ പോലുള്ള വീര്യം കൂടിയ പ്രൊഡക്ട്സ് പലതും ഒരുമിച്ച് ലെയർ ചെയ്ത് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയാണ്. ഏറ്റവും വലിയ മാറ്റം കോസ്മെറ്റിക് പ്രൊസീജറുകളിലാണ്.
മിലേനിയൽസ് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ചിന്തിക്കുന്ന ബോട്ടോക്സ് ഫില്ലേഴ്സ് ഒക്കെ ജെൻസിക്കാരെ 20 വയസ്സാവുമ്പോഴേക്കും പ്രിവെന്റീവ് എന്ന പേരിൽ ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിരോധാഭാസം വരുന്നത്. ചെറുപ്പമായി കാണാൻ വേണ്ടി 20കളിൽ തന്നെ ഫില്ലറുകളും ബോട്ടോക്സുമൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് മുഖത്തെ സ്വാഭാവികമായ എക്സ്പ്രഷൻസിനെ പരിമിതപ്പെടുത്തും. ചിരിക്കുമ്പോഴും അത്ഭുതപ്പെടുമ്പോഴുമൊക്കെയുള്ള ആ ഒരു നാച്ചുറൽ ഭാവം നഷ്ടപ്പെടും. ഇത് കാരണം ചെറുപ്പമാകുന്നതിന് പകരം പ്രായം കൂടുതൽ തോന്നിക്കുന്ന ഒരുതരം പാവ പോലത്തെ ലുക്ക് വരും. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: യുവത്വം എന്നത് വെറും സ്കിന്നിന്റെ മാത്രം കാര്യമല്ല, അതിനപ്പുറം ചില പാഠങ്ങൾ ഇതിലുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഫാഷന്റെ കാര്യം കൂടിയുണ്ട്. നമ്മളിടുന്ന ഡ്രസ്സ് പോലും നമ്മളെ കാണുന്ന രീതിയെ സ്വാധീനിക്കുമല്ലോ. ജെൻസി പലപ്പോഴും 90കളിലെ ആ ഒരു റെട്രോ സ്റ്റൈൽ, ഓവർസൈസ്ഡ് ഡ്രസ്സുകളൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇത് അവർക്ക് കുറച്ചുകൂടി ഗൗരവമുള്ള, മെച്ചുറായ ഒരു ലുക്ക് കൊടുക്കും. അതേസമയം മില്ലേനിയൽസ് ആണെങ്കിൽ കുറച്ചുകൂടി കാഷ്വൽ, യൂത്ത്ഫുൾ സ്റ്റൈലുകളാണ് കൂടുതലായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിനൊരു പരിഹാരമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക. സ്കിൻ കെയർ പ്രോഡക്ട്സ് ആവശ്യത്തിന് മാത്രം മിതമായി ഉപയോഗിക്കുക. ഉറക്കത്തിന് ഏറ്റവും വലിയ മുൻഗണന കൊടുക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ബാലൻസ് കണ്ടെത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും സ്വാഭാവികമായൊരു യുവത്വം നിലനിർത്താൻ സാധിക്കും. അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കാം. ശരിക്കുള്ള യൗവനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിൽ മാത്രമല്ല ഇരിക്കുന്നത്. അതിലുപരി അത് നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന്റെയും ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെയും ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ട് പുറമേയുള്ള സൗന്ദര്യത്തിനു വേണ്ടി ഓടുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആരോഗ്യത്തെയും സന്തോഷത്തെയും മറക്കാതിരിക്കുക. യഥാർത്ഥ യുവത്വത്തിന്റെ രഹസ്യം അവിടെയാണ്.